കടലിലുള്ളതൊക്കെ കരയിലും ഉണ്ട്, അതുപോലെ കരയിലുള്ളതൊക്കെ കടലിലും. എന്നാൽ കടലിൽ മനുഷ്യനില്ല, അതുപോലെ കരയിൽ തിമിംഗലവും. ആവാസവ്യൂഹം എന്ന സിനിമയിലെ ഒരു ഡയലോഗാണിത്. 2022 പുറത്തിറങ്ങിയ ഒരു കൃഷാന്ത് സിനിമയായിരുന്നു ആവാസവ്യൂഹം. ആവാസവ്യൂഹം എന്ന സിനിമ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ളൊരു സിനിമയാണെങ്കിൽ ഇതൊരു മോക്യുമെൻ്ററി ടൈപ്പ് ഓഫ് മൂവിയാണ്. കരിക്ക് വെബ് സീരീസിലൂടെ പ്രശസ്തരായിരുന്ന രാഹുൽ രാജഗോപാൽ, നിലീൻ സാൻഡ്ര, ഷിൻഷാൻ, അതുപോലെ ഗീതി തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. ജോയി എന്ന് പറയുന്നൊരു പ്രധാന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. ഈ ജോയി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അയാൾ കുറച്ച് തവളയും കുറച്ച് മനുഷ്യനുമായിട്ടുള്ള ഒരാളാണ്. സാധാരണ ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ വലിപ്പമുള്ള ഒരു ആൾ, അതുപോലെ അയാളുടെ കൈയൊക്കെ ഈ തവളയുടെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നൊരു ആളാണ് ഈ ജോയി. അയാൾ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോയിന്നോ ഒന്നും ആർക്കും അറിയില്ല. ചില പ്രത്യേകതകളൊക്കെയുള്ള ഈ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അയാളെ പലരും ചൂഷണം ചെയ്യുകയാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഒരു ധാരാളിത്തം, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളോടുള്ള ഒരു ആസക്തി, പ്രകൃതി ചൂഷണം, ഇതൊക്കെയാണ് ഈ സിനിമയിലൂടെ ജോയി എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയിൽ ലിസി എന്നൊരു കഥാപാത്രമുണ്ട്. 10ാം ക്ലാസ്സൊക്കെ തോറ്റ് അതിനുശേഷം ചെമ്മീൻ കെട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് ഈ ലിസി. ലിസിയെ അവിടുത്തെ ആ ഒരു ചെമ്മീൻ കെട്ടിൻ്റെ ഉടമയ്ക്ക് ഇഷ്ടമാകുന്നു. പക്ഷേ ലിസിക്ക് അയാളോട് താല്പര്യമൊന്നുമില്ല. കാരണം അയാൾ ഭയങ്കര കുറച്ച് ടെററായിട്ടുള്ള ഒരാളാണ്. ചില അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഗുണ്ടാപ്പിരിവൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലിസിക്ക് അയാളോട് താല്പര്യമൊന്നുമില്ല. എന്നാൽ ലിസിക്ക് വേണ്ടി ഇയാളും ഇയാളുടെ അനിയനും കൂടെ വിവാഹാലോചനയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നു. അവിടെ നിന്ന് ലിസി ഭയങ്കര ശക്തമായിട്ട് ഇവരെ ഇറക്കി വിടുന്നു. അതിനുശേഷമാണ് ജോയി എന്ന കഥാപാത്രം ഈ സിനിമയിലേക്ക് കടന്നു വരുന്നത്. ലിസിയും ജോയിയും തമ്മിൽ പ്രണയത്തിലാവുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയം നാട്ടിൽ പലരും അറിയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ലിസിയുടെ മുതലാളിയും ഈ ഒരു വിവരം അറിയുന്നു. അയാൾക്കത് ഇഷ്ടമാകുന്നില്ല, ആ ഒരു ബന്ധം ഇഷ്ടമാകുന്നില്ല. ജോയിയും ലിസിയുടെ മുതലാളിയും തമ്മിൽ വീണ്ടും പ്രശ്നമാകുന്നു. ജോയി ഇയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു നാട്ടിൽ നിന്നും ജോയി ഓടി മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെയും ഒരാൾ ഇയാളെ ഏറ്റെടുക്കുന്നു. വാവ എന്നാണ് അയാളുടെ പേര്. ഇയാളും ഈ ജോയിയെ വല്ലാതെ ഉപയോഗിക്കുകയാണ്. മറ്റൊന്നുമല്ല, ജോയി വിളിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ വരും, അതുപോലെ ഞണ്ട് കടന്നു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കച്ചവട വസ്തുവായിട്ട് ജോയിയെ ഉപയോഗിക്കുന്നു. അങ്ങനെ വാവയും അവിടെ കുറച്ച് പണക്കാരനൊക്കെ ആയി മാറുന്നു. അവിടെ നിന്ന് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. മുൻപ് താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ പേരിൽ ഒരാൾ വന്ന് ഈ ജോയിയെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോയി ആകെ അങ്ങ് ആൾ മാറിപ്പോയി. ഇയാൾ ഒരു തവളയും മനുഷ്യനും ചേർന്ന ഒരു മനുഷ്യനായി മാറുന്നു. അയാൾ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു പ്രദേശത്തേക്ക് ചെല്ലുന്നു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു വീടാണത്. അവിടെ വന്ന് ജോയി ആകെ വിരൂപനായിട്ട് വന്ന് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സബ്ജക്റ്റ് വൈസ് ഈ ഒരു സിനിമ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം ഇത്തരം രീതിയിലുള്ളൊരു സൂപ്പർ ഹീറോ മൂവി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. സൂപ്പർ ഹീറോ മൂവികളിലെ തന്നെ വ്യത്യസ്തമായൊരു രീതി ആവാസവ്യൂഹം എന്ന സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു സിനിമ പൂർണ്ണമായും സംവിധായകൻ്റെ സിനിമയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകൾക്ക് പരിണാമം സംഭവിച്ചാൽ എന്തുണ്ടാകും, അതാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. ജോയി എന്ന കഥാപാത്രം പരിണാമം സംഭവിച്ച ഒരു വ്യക്തിയാണ്. തവളയിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയ ഒരു വ്യക്തി. അയാൾക്ക് ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതുമായ ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. മനുഷ്യൻ്റെ ചൂഷണത്തിന് അദ്ദേഹം ഇരയായി തീരുന്നു. ഈ സിനിമ വളരെ പൊളിറ്റിക്കലി നമ്മളോട് പറയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ഈ സിനിമ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ വളരെ വ്യത്യസ്തമാവുന്നുണ്ട്.
സൂപ്പർ ഹീറോസ് പരിവേഷം നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എന്തിനാ? നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലേ? പക്ഷേ ഈ സിനിമയിലെ സൂപ്പർ ഹീറോ അങ്ങനെയല്ല. അയാളെ രക്ഷിക്കാൻ ആരും തന്നെയില്ല. പക്ഷേ അയാൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അവസാനം അയാൾക്ക് മറ്റൊരു വിരൂപനായി മാറുമ്പോഴേക്കും ആ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യാൻ എത്രയോ ആളുകളാണ് കടന്നു വരുന്നത്. ഇവരെല്ലാം തന്നെ നമ്മളുടെ സ്വഭാവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാളെ ആത്മീയമായിട്ട് സഹായിക്കാൻ വരുന്ന ആളുകൾ, ഇത് ലോകാവസാനമാണ്, അതിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ വരുന്നു. അതുപോലെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ജീവിയാണ്, ഒരു തവളയ്ക്ക് പരിണാമം സംഭവിച്ചതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന മറ്റു കുറേ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഈ ഒരു മനുഷ്യനെ വീണ്ടും ചൂഷണം ചെയ്യുന്ന, മറ്റൊരു മനുഷ്യൻ തന്നെയാണ്, അതവൻ്റെ അഭിനയമാണ് എന്നൊക്കെ പറയുന്ന വേറെ കുറേ ആളുകൾ, ഇവരെല്ലാം തന്നെ നമ്മുടെ ഇടയിലെ ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ സ്വഭാവം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. സൂപ്പർ ഹീറോ മൂവി എന്ന പരിവേഷം കൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് ഇവരുടെ സംസാരമെന്ന് പറഞ്ഞല്ലോ. ഇവരുടെ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ സാധാരണ ജനങ്ങളുടെ രീതിയാണ്. ഇതിലെ ലിസി എന്ന കഥാപാത്രം, അവർ 10ാം ക്ലാസ് തോറ്റ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് പിന്നെ മുന്നോട്ടുള്ള ജീവിതമൊക്കെ അവരുടെ ആ ഒരു നാട്ടിൽ തന്നെയാണ്. മറ്റ് ചെമ്മീൻകെട്ടിൽ പോയി ജോലി ചെയ്യുക, അവിടുത്തെ ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുക ഒക്കെ. അവിടെയും ഈ ലിസിക്ക് ജോയിയോട് പ്രണയം തോന്നുന്നുണ്ട്. ജോയിയോട് തോന്നുന്ന ഒരു പ്രണയം ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള, എന്ന് വെച്ചാൽ ജാതി മതം ഒന്നും നോക്കാതെയുള്ള, എവിടെ നിന്നോ വന്ന ഒരാൾക്ക് തൻ്റെ ഹൃദയം മുഴുവൻ കൊടുക്കുന്ന ലിസി. എന്നാൽ പെട്ടെന്നൊരു ദിവസം ലിസിയുടെ പേരിൽ തന്നെ അയാൾ ആ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ലിസിക്കുണ്ടാകുന്നത് പെട്ടെന്നുള്ളൊരു ഷോക്കാണ്. ലിസി പക്ഷേ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തിട്ട് വീണ്ടും നമ്മളോട് ജോയിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലിസി എന്ന കഥാപാത്രം ഇതിലെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു മനുഷ്യനെ ഉൾക്കൊണ്ട ഒരു സ്ത്രീയെയാണ് ലിസി എന്ന കഥാപാത്രം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ പിന്നീട് വരുന്ന ഒരു കഥാപാത്രം വാവ എന്ന കഥാപാത്രമാണ്. ഈ വാവ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ഷിൻ ഷാനാണ്. കരിക്ക് വെബ് സീരീസിലൊക്കെ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ഈ ഒരു സിനിമയിൽ ജോയിയെ രണ്ടാമത് ഏറ്റെടുക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് വാവയാണ്. വാവ പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ മണി ചെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾ സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നു നിൽക്കുകയാണ്. അയാൾക്ക് മീൻ പിടിക്കാൻ പോകാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം അയാളുടെ കയ്യിൽ നല്ല വലയോ ഒന്നും ഇല്ലാത്ത, അതിന് പോലും കഴിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന വാവയ്ക്ക് മറ്റൊരു ജീവിതം കിട്ടുന്നത് ജോയി വന്നതിന് ശേഷമാണ്. മീനിനെ വിളിച്ചു വരുത്തുന്ന ആ ഒരു ജോയിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വാവയ്ക്ക് ഭയങ്കര ഒരു, അയാൾ ശരിക്കും പറഞ്ഞാൽ ജോയിയെ ഉപയോഗിക്കുകയാണ്. ഈ സിനിമയുടെ 3ാമത്തെ പാർട്ട് അങ്ങനെ വേണേൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു ഭാഗത്ത് ജോയി ചെന്ന് ചേരുന്നത് മധുസ്മിത എന്ന് പറയുന്നൊരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചാണ് ശരിക്കും ജോയിക്ക് സംഭവിക്കുന്ന ഒരു പരിണാമത്തെ നമ്മൾ കാണുന്നത് ഈ സിനിമയിൽ. ഗീതി സംഗീതയാണ് മധുസ്മിത എന്ന കഥാപാത്രം ചെയ്തത്. ചുരുളി സിനിമയിലൂടെയൊക്കെ ഭയങ്കര പ്രശസ്തി ആർജിച്ച ആ ഒരു സിനിമാ താരം ഈ ഒരു കഥാപാത്രത്തെ ഭയങ്കര സിമ്പിളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഇടയിലുള്ള ചേച്ചിമാരൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ക്യാരക്ടറൈസേഷൻ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ അവരുടെ ആ ഒരു വീട്ടിലേക്ക് കയറി വന്ന ജോയിയെ അവർ കണ്ട് ഞെട്ടിയത് എങ്ങനെയാണ് എന്നാണ് ഈ മധുസ്മിത എന്ന കഥാപാത്രം നമ്മളോട് വിവരിച്ചു തരുന്നത്. അപ്പോൾ അവിടെ മധുസ്മിതയുടെ വീട്ടിൽ വെച്ചും ഈ ഒരു ജീവിയോട് കാണിക്കുന്നത് മനുഷ്യൻ്റെ ഒരു കൊള്ളരുതായ്മകളാണ്. കാശ് വാങ്ങിയിട്ട് ആ ഒരു ജീവിയെ കാണാനുള്ള അവസരം പോലീസുകാർ ഒരുക്കുന്നു. അതുപോലെ അവിടെ വന്ന് കുറേ പ്രാർത്ഥനക്കാർ നിൽക്കുന്നു, ഇത് ലോകാവസാനത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചുരുക്കം ചില കഥാപാത്രങ്ങളിലൂടെ വലിയൊരു കാര്യമാണ് ഈ ഒരു സിനിമ നമ്മൾക്ക് പറഞ്ഞു തന്നത്. മോക്യുമെൻ്ററി സ്റ്റൈൽ സിനിമകൾ വളരെ ചുരുക്കമാണ് മലയാളത്തിലുള്ളത്. ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിൽ ചേരുന്ന ഒരു കാര്യമാണ് ഈ സിനിമ. ഇത് സംവിധായകൻ്റെ ഏറ്റവും മികച്ചൊരു രീതിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
ഇതിനകത്ത് മറ്റു രീതിയിലുള്ള ഒരു മനുഷ്യരെക്കുറിച്ചും പറയുന്നില്ല. ഉദാഹരണമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല. വലിയ സോഷ്യലായിട്ടുള്ള വലിയ വലിയ വിഷയങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. പ്രകൃതി എന്നൊരൊറ്റ വിഷയം, അതിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു, മനുഷ്യനും പ്രകൃതിയുടെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് എന്നാണ് സംവിധായകൻ നമ്മളോട് പറയുന്നത്. പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും വ്യത്യസ്തമായ ഈ സിനിമയുടെ കഥയും തിരക്കഥയും നിർവഹിച്ചത് കൃഷാന്ത് തന്നെ ആയിരുന്നു. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചത് വിഷ്ണു പ്രഭാകറാണ്. നമുക്കൊക്കെ തീരപ്രദേശം എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് വരുന്ന ചില കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ, പക്ഷെ അങ്ങനെയല്ല. അവിടുത്തെ ആളുകളുടെ പച്ചയായ ജീവിതം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആവാസവ്യൂഹം എന്ന സിനിമയിലൂടെ. അവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ വസ്ത്രരീതി എങ്ങനെയാണ്, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമാറ്റോഗ്രാഫി മീഡിയം ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രാകേഷ് ചെറുമടമാണ്. ഇതൊരു മോക്യുമെൻ്ററി ടൈപ്പ് ഓഫ് മൂവിയാണ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈൽ ഓഫ് എഡിറ്റിംഗ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 3 പാർട്ടായിട്ടാണ് ഈ സിനിമ എങ്കിലും അത്രയും ഒരു ഡ്യൂറേഷൻ നമുക്ക് തോന്നുന്നില്ല. വൺസ് ഈ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് എന്താണ് എന്ന് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു എഡിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. അർഷാദ് വർക്കലയാണ് ഈ സിനിമയിലെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിനകത്തെ ജോയ് എന്ന കഥാപാത്രത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ അയാൾക്ക് വന്നേക്കുന്ന ഒരു ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അയാളുടെ കണ്ണുകൾ കൈ വിരിക്കുമ്പോഴത്തേക്കും ഈ തവളകളുടെ പോലത്തെ ഒരു ഡിസൈനൊക്കെയാണ് ഈ കൈക്കുള്ളത്. ഇതൊക്കെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ വ്യത്യസ്തമാക്കുന്നതിൽ അതിൻ്റെ മേക്കപ്പ് കൊണ്ട് ഡിഫറൻ്റ് ആയിരുന്നു. സബ്ജക്റ്റ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് ആവാസവ്യൂഹം എന്ന സിനിമ. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച പരീക്ഷണ ചിത്രമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമ നമ്മളെല്ലാം തന്നെ കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമയാണ്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.